എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയുടെ അപ്ലിക്കൻസ് ലിസ്റ്റ് വന്നിരുന്നു. ഇന്ന് പാലക്കാട് ജില്ലയുടെ അപ്ലിക്കൻസ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ 2024-26 വർഷത്തെ DLED അപേക്ഷകർ സമർപ്പിച്ചവരുടെ പട്ടിക വന്നിട്ടുണ്ട്. അപ്ലിക്കൻ്റ് ലിസ്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 25/7/2024 2 PM മുമ്പായി പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. ലിസ്റ്റ് പരിശോധിക്കാനും തെറ്റുണ്ടെങ്കിൽ തിരുത്താനുമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇത് റാങ്ക് പട്ടിക അല്ല, മറിച്ച് ജില്ലയിൽ അപേക്ഷിച്ചവരുടെ പട്ടിക മാത്രമാണ്. ലിസ്റ്റിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ തിരുത്തലോ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ലിസ്റ്റിലെ നമ്പറും ബന്ധപ്പെട്ട രേഖകളും സഹിതം 25/7/2024 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഇമെയിൽ, തപാൽ, ഫോൺ മുഖേനയുള്ള പരാതി സ്വീകരിക്കുന്നതല്ല. ഭിന്നശേഷി വിഭാഗക്കാർ, ജവാന്റെ ആശ്രിതർ, EWS വിഭാഗക്കാർ ലിസ്റ്റിൽ സംവരണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലിസ്റ്റിലെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. NSS, NCC, രാജ്യ പുരസ്കാർ എന്നിവ അഡീഷണൽ ക്വാളിഫിക്കേഷനിൽ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കലാകായിക മേളയുടെ വിവരം ഇല്ല എന്നു കരുതി തിരുത്തേണ്ടതില്ല. അപ്ലിക്കേഷൻ ലിസ്റ്റിൽ അപ്ലിക്കേഷൻ നമ്പർ, പേര്, റിലീജിയൻ, കമ്മ്യൂണിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ടോട്ടൽ മാർക്ക്, പെർസെൻറ്റേജ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ, കോട്ട എന്നിവ നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ 6 ലിസ്റ്റുകളും പാലക്കാട് ജില്ലയിൽ വന്നിട്ടുണ്ട്. ലിസ്റ്റ് ലഭിക്കുന്നതിനായി ddepalakkad.wordpress.com എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതായത് ഗവൺമെൻറ്, സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അതല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ അതിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ലിസ്റ്റിലെ വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും തെറ്റു കണ്ടെത്തുകയാണെങ്കിൽ നേരിട്ട് തന്നെ DDE ഓഫീസ് പാലക്കാടിലേക്ക് പോകുക. ഫൈനൽ അപ്ലിക്കൻ്റ് ലിസ്റ്റ് DDEയിൽ നിന്ന് PSCയിലേക്ക് അയക്കുകയാണ് ചെയ്യുക. ശേഷം PSC ആണ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് DDEയിലേക്ക് തിരിച്ചയച്ച് DDE ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലൂടെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ലഭിക്കുകയാണ് ചെയ്യുക. എല്ലാ ജില്ലയുടെയും ഇതുപോലെ അപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമോ എന്ന് സംശയം എല്ലാവർക്കുമുണ്ട്. ഫൈനൽ അപ്ലിക്കൻസ് ലിസ്റ്റ് DDE ഓഫീസിൽ നിന്ന് PSCയിലേക്ക് അയക്കാനുള്ള ഡേറ്റ് അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലയിലും അപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നില്ല. അപ്ലിക്കൻ്റ് ലിസ്റ്റ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നതാണ്.